മണിക്കൂറുകൾ നീണ്ട ഉദ്വേഗത്തിനും സസ്പെൻസിനും ഒടുവിൽ തളാപ്പിൽ നിന്ന് തന്നെ ഗോവിന്ദചാമിയെ പിടികൂടുമ്പോൾ ജയിൽ വകുപ്പിന് വലിയ നാണക്കേട്. പക്ഷെ പോലീസിന് അല്പമെങ്കിലും സമാധാനിക്കാം, നഗരം വിട്ടു പോയില്ല എന്ന്. വിവരങ്ങളുമായി KV ബൈജുവും കിരൺ ബാബുവും ചേരുന്നുണ്ട്. ബൈജു, അത്യന്തം നാടകീയവും ഉദ്വേഗജനകവുമായിരുന്നു കണ്ണൂരിലെ ഇന്ന് രാവിലത്തെ സമയം. നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടും ഒരുപക്ഷെ ഒരു നാട്ടുകാരന് തോന്നിയ ബുദ്ധി കൊണ്ടും മാത്രം അയാൾ സമയത്ത് പിടിയിലായി എന്ന് മാത്രമേ അതിനെ കരുതാൻ കഴിയുള്ളൂ. പക്ഷെ അതേസമയം തന്നെ ജയിൽ വകുപ്പിനുണ്ടായ വീഴ്ച അത്ര ചെറുതല്ല, അത്ര നിസ്സാരമായി അതിനെ കാണാനും കഴിയില്ല. ഇന്ന് രാവിലെ മുതൽ ഈ വാർത്ത ആദ്യം പുറത്തു വരുമ്പോൾ മുതൽ എന്തൊക്കെയാണ് കണ്ണൂരിൽ സംഭവിച്ചത്? തീർച്ചയായും ശ്രീജ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊടും കുറ്റവാളിയെ നമുക്ക് ഇയാളെ വിശേഷിപ്പിക്കും. അങ്ങനെയുള്ള ഒരാളെയാണ് ഇത്തരത്തിൽ അതീവ സുരക്ഷാ സംവിധാനമുള്ള ഒരു ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ നഗരത്തിലാണ്. ഇതാണ് കണ്ണൂരിലെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി. ഇവിടെ നിന്നും ഒരു 1/2 കിലോമീറ്റർ മാറി അവിടെ ഒരു ഉപയോഗശൂന്യമായ വീട്ടിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് 1/2 കിലോമീറ്റർ മാത്രം മാറിയാണ് ഇയാളെ പിടികൂടാനായത്. അതിന്റെ അർത്ഥം ഒരു ദൃക്സാക്ഷി ഒരാൾ ഉണ്ടായിരുന്നു. ഇയാളുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ഇയാളെ കാണുകയും എടാ ഗോവിന്ദചാമി എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തതോടുകൂടി ഇയാൾ ആ റോഡിൽ നിന്നും ആ വീട്ടിലേക്ക്, ആ കെട്ടിടത്തിലേക്ക്, പിടികൂടിയ കെട്ടിടത്തിലേക്ക്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്തേക്ക് അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ ആ സ്ഥലം മുഴുവൻ വളഞ്ഞ് പോലീസിനെ വിവരം അറിയിക്കുകയും പിന്നീട് പോലീസ് എത്തിയതിനു ശേഷമാണ് നമ്മൾ ആ സമയത്ത് നമ്മുടെ ക്യാമറമാൻ സുമേഷ് ബൊറാഴിയും ഞാനും ആ സമയത്ത് അവിടെ ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. വലിയ ശബ്ദം ഇതിനകത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. പോലീസ് അതിനകത്ത് അമ്പരപ്പോടെ ഓടുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഇയാൾ പുറകിലുള്ള കിണറിലേക്ക് ചാടുകയായിരുന്നു. അവിടെ കിണറിന്റെ പടിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. അത് നേരത്തെയൊക്കെ വരുന്ന റിപ്പോർട്ടുകളാണ് ഇയാൾ ഒരു ട്രെയിനിൽ നിന്നും മറ്റൊരു ട്രെയിനിലേക്ക് ചാടാനൊക്കെ കഴിവുള്ള ഒരു ഒറ്റക്കയ്യൻ. ഇയാൾ ആ രീതിയിലുള്ള ഒരാളാണ്. ഇത്രയും ഒരു കൊടും കുറ്റവാളിയെയാണ് വളരെ നിസാരമായ രീതിയിൽ ഇയാൾ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. നമുക്ക് ആ ജയിലിന്റെ മതിലിൽ ഇയാളെ ബെഡ്ഷീറ്റ് തൂക്കിയിട്ടതൊക്കെ കാണാം. വളരെ നിസാരമായി മറ്റേ ഈ വൈദ്യുതി വേലി ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലെ കൂടി നൂറിനാണ് ഇയാൾ താഴേക്ക് വന്നത്. അവിടെ നിന്നും 5 കിലോമീറ്റർ നടന്ന് ഇയാൾ ബസ് സ്റ്റാൻഡിന് സമീപത്തെത്തുന്നു. ഈ ബസ് സ്റ്റാൻഡിന് സമീപത്തെത്തിയപ്പോൾ ഈ ദൃക്സാക്ഷി ഇയാൾ കണ്ടില്ലെങ്കിൽ ഇയാൾ ഒരു പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഇതൊരു 9:30 ഈ സംഭവം നടക്കുന്നത്. 9:30 ഇയാൾ കാണുന്നത്. ആ കണ്ടതിന് ശേഷമാണ് ഇയാൾ പിന്നീട് ആ കാടുകൾ നിറഞ്ഞൊരു പ്രദേശമാണ്, നഗരമധ്യത്തിലാണെങ്കിലും ഉപയോഗിക്കാത്തൊരു കെട്ടിടമുണ്ട്. പൊളിച്ച് കളയാൻ മാത്രം ആ രീതിയിലുള്ള കെട്ടിടമാണ്. വലിയ കെട്ടിടമാണ്. അതിൻ്റെ അകത്ത് കയറിയാൽ തന്നെ പെട്ടെന്നൊന്നും ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കെട്ടിടമാണ്. അതിന് സമീപത്തൊക്കെ വലിയ കാടുള്ള പ്രദേശമാണ്. അവിടെയൊക്കെ പോലീസ് അരിച്ചു പെറുക്കി പിന്നീടാണ് ഈ കെട്ടിടത്തിനകത്ത് നിന്ന് ഇയാളെ കാണുന്നതും പിന്നീട് അയാൾ രക്ഷപ്പെട്ട് തൊട്ട് പിറകിലുള്ള കിണറിലേക്ക് വീഴുന്നതും. എന്തായാലും ഇതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാൾക്ക് കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട്. ശ്രീജ, നമ്മൾ രാവിലെ ഈ വാർത്ത ആദ്യം പുറത്തു വിടുമ്പോൾ ഇയാളുടെ ഒരു ഫോട്ടോ നമുക്ക് ജയിലിൽ നിന്നും കിട്ടിയിരുന്നു. ആ ഫോട്ടോ ഈ ഗോവിന്ദചാമിയാണ്. ഇയാളെ കണ്ടുകിട്ടുന്നവർ ഇന്ന നമ്പറിൽ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നൽകിയ ഫോട്ടോ ആണ്. പക്ഷെ ആ ഫോട്ടോവും ഇയാളെ പിടികൂടിയപ്പോൾ ഉണ്ടായിരുന്ന ഇയാളെ താടി വെച്ച ഇയാളുടെ രൂപവും തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരുന്നു. കാരണം നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. കൃത്യമായി അയാൾ ആ ദൃക്സാക്ഷി അയാൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. ഏതെങ്കിലും തരത്തിൽ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട അയാൾ കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അയാളുടെ രൂപവും ഇയാളുടെ ഇപ്പോൾ പുറത്തു വന്ന ഒരു ഫോട്ടോവും ഇയാളുടെ ഇപ്പോൾ പിടികൂടുമ്പോൾ ഉണ്ടായ ഇയാളുടെ രൂപമായി ഒരു സാമ്യമില്ല എന്ന് പറയേണ്ടി വരും. എന്നാലും ഈ കാര്യത്തിൽ ജയിൽ പുള്ളികളുടെ സഹായം, സഹതടവുകാരുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് ആരോപിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടാണ്. ഏതായാലും ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതല്ലാതെ ഇത്രയും അതീവ സുരക്ഷ, അതായത് ഇയാളെ D ബ്ലോക്കിനകത്ത് ഒരു ചുറ്റുമതിലുണ്ട്. ആ ചുറ്റുമതിലും കടന്ന് മറ്റൊരു ചുറ്റുമതിൽ, അതിൽ ഫെൻസിങ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ സമയത്ത് എങ്ങനെയാണ് ആ ഫെൻസിങ് പ്രവർത്തിക്കാതായത്? മാത്രമല്ല ഈ ജയിലിന് ചുറ്റും ക്യാമറകളാണ്. പക്ഷേ ഒരു ക്യാമറ പോലും നിരീക്ഷിച്ചില്ല എന്നാണ്. കാരണം 1:15 ആദ്യ ക്യാമറയിൽ ഇയാളെ പതിയുന്നത്. അതായത് ഈ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ഇയാൾ പുറത്തു ചാടുന്ന കാണുന്നത്. പിന്നീട് 5 മണിക്കാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥരെ വിവരം അറിയുന്നത്. അത് കഴിഞ്ഞ് 7 മണിക്കാണ് ലോക്കൽ പോലീസിൽ ഈ വിവരം അറിയുന്നത്. 9 മണിയോടുകൂടി പോലീസ് നായ എത്തുന്നു. ഇയാളുടെ തലയണയാണ് പ്രത്യേകിച്ച് പോലീസ് നായ മണം പിടിച്ച് ഈ കൃത്യമായ സ്ഥലത്ത്, അതായത് ഈ ദൃക്സാക്ഷി നൽകിയ മൊഴി
CCTV ലഭിച്ച സ്ഥലം. അതേ സ്ഥലത്തേക്ക് പോലീസ് നായ എത്തുകയും പിന്നീട് അവിടെ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ആശങ്കയുടെ മണിക്കൂറായിരുന്നു. കേരളം മൊത്തം ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ഇയാൾ കർണാടകത്തേക്ക് കടന്നതായി സൂചന ലഭിക്കുന്നു, തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന ലഭിക്കുന്നു, ട്രെയിൻ മാർഗം പോയതായി സൂചന ലഭിക്കുന്നു. ഇത്തരത്തിൽ വലിയ ആശങ്കയൊക്കെ ഉണ്ടായ സമയമാണ്. കാരണം ഇയാളുടെ സ്വഭാവ രീതികൾ അത് നേരത്തെ ഇയാൾ പിടികൂടിയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുകയുണ്ടായി. ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ കൃത്യമായി ഈ ആണായാലും പെണ്ണായാലും മതി എന്ന ഒരു രീതിയിൽ ഇയാൾ നേരത്തെ പറഞ്ഞു എന്നാണ് മൊഴി. അത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ അത്ര വലിയ വൈകൃതം നടത്തുന്ന ഒരാളാണ്. ആ ആളാണ് ഇത്തരത്തിൽ ഒരു നഗരമധ്യത്തിലൂടെ എത്തുകയും ഒരുപാട് വീടുകളുള്ള സ്ഥലത്താണ് ഇയാളെ പിടികൂടിയതും. എന്തായാലും ആ രീതിയിൽ ആശങ്കകളൊന്നും വേറെ മറ്റു ഒന്നുമില്ലാത്തത് ആശ്വസിക്കാം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം 3-4 മണിക്കൂർ കൊണ്ട് തന്നെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞു. ഇയാളെ പിടികൂടുമ്പോൾ കറുത്ത പാൻസും ഒരു ഷർട്ടുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ജയിലിലെ വസ്ത്രം ഇയാൾ അണിഞ്ഞിരുന്നില്ല. അത് ഏത് രീതിയിൽ ഇയാൾക്ക് ഈ വസ്ത്രം കിട്ടി, അതോടൊപ്പം ഇയാൾക്ക് ഈ ഇത്രയും താടിയൊക്കെ വെക്കാൻ എങ്ങനെയാണ് ജയിലിൽ നിന്ന് അനുമതി കിട്ടി, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവാം. തളാപ്പിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ പരിശോധനയ്ക്കിടെ ഒളിച്ചിരുന്ന ഗോവിന്ദചാമിയെ പെട്ടെന്നായിരുന്നു ഒരു പോലീസുകാരൻ കാണുന്നത്. പോലീസിനെയും നാട്ടുകാരെയും ആക്രമിക്കാൻ ഇതിനിടെ ഗോവിന്ദചാമി ശ്രമിക്കുന്നു. ബൈജുവും ക്യാമറമാൻ സുമേഷ് മൊറായും തത്സമയ വിവരവും ദൃശ്യവും നൽകുമ്പോഴായിരുന്നു ഇത് സംഭവിച്ചുകൊണ്ടിരുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്നു ദൃശ്യം, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഗോവിന്ദചാമി പിടിയിലായിരിക്കുന്നു. അയാളെ വടിയെടുത്ത് ആക്രമിക്കാൻ വരുന്ന ദൃശ്യം ദൃശ്യം ഇയാൾ ഈ കെട്ടിടത്തിനകത്തുണ്ട്. തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഗോവിന്ദചാമി ഈ കെട്ടിടത്തിനകത്ത് ഇവിടെ പോലീസിനെ ആക്രമിക്കാൻ അയാൾ ശ്രമിച്ചു. കൂടുതൽ പോലീസിന്റെ അകത്തേക്ക് കയറുകയാണ്. എന്തായാലും ഗോവിന്ദചാമിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനമായ വാർത്തയാണ് ന്യൂസ് 18 ഇപ്പോൾ നൽകാനുള്ളത്. ആ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 കാണിക്കുന്നത്. ഈ കെട്ടിടത്തിനകത്ത് തന്നെ അയാൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇത്രയും മണിക്കൂർ. തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഗോവിന്ദചാമി പിടിയിലാകുന്നു, പോലീസിന്റെ വലയിലായിരിക്കുന്നു. പോലീസ് അയാളെ പിടികൂടാൻ ശ്രമിക്കുന്നു. ഇയാൾ ഓടുകയാണ്. ഇതിനകത്ത് നിന്നും ഓടുന്നത് ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് ഇത് DCC ഓഫീസിൽ നാട്ടുകാർ പ്രകോപിതരായിരിക്കുന്നു. അയാൾ അതിനകത്ത് നിന്നും വലിയ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ കേൾക്കാം. പുറത്തേക്ക് കടന്നിട്ടില്ല. പോലീസ് അയാളെ പിടികൂടാനായി ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിന്റെ മുകളിലാണ് അയാൾ ഉള്ളത്. വളരെ അടുത്ത് കണ്ണൂർ നഗരത്തിന് തൊട്ടടുത്ത്, റെയിൽവേ സ്റ്റേഷനൊക്കെ തൊട്ടടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് അയാൾ ദൃശ്യങ്ങൾ കാണാം. മുകളിൽ എത്രത്തോളം നാടകീയവും സാഹസികവുമായിരുന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാവും. റിപ്പോർട്ടിങ്ങിനിടെയാണ് നമ്മൾ അയാളെ ശ്രദ്ധിക്കുന്നത്. പോലീസുകാർക്ക് നേരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കാണുന്നത്, പിന്നീട് കിണറ്റിലേക്ക് ചാടുന്നു. അങ്ങനെ അതിസാഹസികമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. കാണുമ്പോൾ ദുർബലൻ എന്ന് നമുക്ക് തോന്നുമെങ്കിലും വളരെ കൃത്യമായ